ജനതാദളിന് 2 സീറ്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് CPM നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഉണ്ടാക്കിയ പാർട്ടി RMP എന്നിട്ട് ഉളുപ്പില്ലാണ്ട് ലീഗുമായിട്ടും കോൺഗ്രസുമായിട്ടും ചേർന്ന് ഭരിക്കുന്നത്. ഞങ്ങളോട് ബംഗാളിന് ഇങ്ങനത്തെ ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓലും ഞങ്ങളോട് 5-6 കൊല്ലക്കാളും പോയിട്ട് ഓലും ഉത്തരവാദികളാ. ഇങ്ങനെ ആദർശ രാഷ്ട്രീയം പറയുന്ന RMP UDFന്റെ ഓടി ചേർന്ന് ഭരിക്കുകയും ചെയ്യും. ഈ സീറ്റ് കൊടുത്തതിന്റെ പിറകിലോട്ട് പോയ പാർട്ടിയാണ്. ജനതാദളിന്റെ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ ഒരു പുസ്തകം എഴുതിയ അടുത്ത ദിവസം അതാരാണ് പ്രകാശനം ചെയ്തതെന്നും പ്രകാശനം ചെയ്ത സമയത്ത് എന്തു പറഞ്ഞു നമുക്കറിയാം. അതിന്റെ മുമ്പോട്ട് 6 വർഷക്കാലത്തെ ദേശാഭിമാനി എടുത്ത് വായിച്ചാല് PM മനോജ് ആകെ എഴുതിയത് ഈ വീരേന്ദ്രകുമാർ കൂലിക്ക് പുസ്തകം എഴുതിക്കുന്ന ആളാണെന്ന. അതേ വീരേന്ദ്രകുമാറിന്റെ പുസ്തകം എഴുതിക്കുമ്പോ സഖാവ് പിണറായി വിജയൻ എന്താ കൊടുക്കുന്ന ആളെന്ന് കൂലിക്ക് എഴുതിക്കുന്ന ആളെന്നല്ല ഞാനല്ല പറഞ്ഞത്. PM മനോജ് ദേശാഭിമാനി വീരേന്ദ്രകുമാറിനെ എന്തിനാ പൊക്കി പറഞ്ഞേ? ഡെല്ലിന് അങ്ങോട്ട് കിട്ടാനാ സഖാവേ? രാഷ്ട്രീയത്തിൽ സാധാരണയാ. CPMന്റെ പ്രതിനിധിയോട് ഈ ബംഗാളിലെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് അവിടെ പ്രചരണം നടത്തുന്നത്, മത്സരിക്കുകയും ചെയ്യുന്നത്. ഈ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്ന സ്ഥിതി വിശേഷം വരും. അപ്പൊ ഇവരെന്തിനാ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരും? അങ്ങനെയാണല്ലോ ഇപ്പൊ ബംഗാളിൽ വന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു കാര്യം പറയട്ടെ. കാശ്മീരിലെ സ്ഥിതി വ്യത്യസ്തമാണ്. എല്ലാ കേരളത്തിലെ സ്ഥിതിയും കാശ്മീരിലെ സ്ഥിതിയും താരതമ്യം ചെയ്യാൻ പറ്റില്ല സുഹൃത്തെ. സൗദി അറേബ്യയിൽ മോഡി പോയാൽ എന്താ തെറ്റുള്ളത്? സൗദി അറേബ്യയിൽ മോഡി പോയതിൽ എന്താ തെറ്റുള്ളത്? ഇത് തന്നെയാണ് അന്തരീക്ഷത. ഭാരതത്തിലെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോയത് എന്താ തെറ്റുള്ളത്? കാശ്മീർ നിങ്ങൾ സൗദി അറേബ്യ പറഞ്ഞു. കാശ്മീരിലെ സാഹചര്യമല്ല കേരളത്തിലുള്ളത്. കാശ്മീരിലെ സാഹചര്യമല്ല പറയാൻ കാശ്മീരിലെ സാഹചര്യമല്ല കേരളത്തിലുള്ളത്. ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. സൗദി അറേബ്യയിൽ നരേന്ദ്രമോദി പോയതിനെ കുറ്റം പറയുന്നത് എന്താ അടിസ്ഥാനത്തിലാ? സൗദി അറേബ്യയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോകാൻ പാടില്ലേ? ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങൾ മുഴുവൻ 2 കൈ നീട്ടി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാണ്. ഈ നരേന്ദ്രമോദി എന്താ പാകിസ്ഥാനിൽ പോയാൽ എന്താ തെറ്റുള്ളത്? നരേന്ദ്രമോദി പാകിസ്ഥാനിൽ പോയാൽ ഇവിടെ CPM എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? നരേന്ദ്രമോദി പറഞ്ഞു പാകിസ്ഥാനിൽ പോകാൻ. ഷാരൂഖ് ഖാൻ പറയാൻ ആരക്രമിച്ചു? ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാരാണ് ആക്രമിച്ചത്. ഇവിടെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെട്ടതാണ്, കൃത്യമായി നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ പേപ്പർ വായിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ ബീഫ് ഫെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ അത് ചർച്ച ചെയ്യാം. ഞാനൊരു മിനിറ്റ് ശ്രീധരൻ, ഇവിടെ JDU-വിനകത്ത് ഇപ്പോൾ ഒറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സോടുകൂടി നിങ്ങളുണ്ടോ? അതിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? നിങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമോ? JDU-ൽ ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. ഞങ്ങൾ ഐക്യത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഐക്യത്തോടു കൂടി തന്നെ UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ പ്രഖ്യാപിച്ച് ആ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടക്കും. ഇവിടെ ഒരു ഭിന്നിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഈ കാര്യത്തിൽ സമ്മതത്തോടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ട്, അതിനൊന്നും നമ്മളെ വിഷയമല്ല. ഇടയത്ത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അത് കാലഘട്ടത്തിൽ അതൊന്നും പറയാത്ത ഇപ്പോൾ ജനതാദൾ ഒരു ഐക്യത്തോടു കൂടി ഒരു ഭിന്നിപ്പുമില്ലാതെ തന്നെയാണ് കഴിഞ്ഞ തവണ നിങ്ങളുടെ സ്ഥാനാർത്ഥി തോൽക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നാണ് നിങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്? അതിന് ചുക്കാൻ പിടിച്ച ആളെ വീണ്ടും നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പേരുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രേംനാഥ് തോറ്റത് അത് മനയചന്ദ്രൻ അയാൾക്കെതിരായി പ്രവർത്തിച്ചു എന്ന് ഒന്നും വാർത്തകള് അസംബന്ധമാണ്, ശുദ്ധ കളവാണ്. വാർത്തകൾ പലരും കെട്ടിച്ചെളിച്ചിട്ടുണ്ടാവും. അങ്ങനെ മനയചന്ദ്രൻ സജീവമായിട്ട് തന്നെ പ്രേംനാഥിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം പങ്കാളിയായിരുന്നു. പിന്നെ പല വാർത്തകൾ ഇപ്പോൾ നമുക്കറിയാം, പല കള്ളത്തരങ്ങൾ പലതിനും വാർത്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആ ഭാഗത്തുനിന്ന് അത്തരം ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല. ഐക്യത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഐക്യത്തോടു കൂടി തന്നെ ഐക്യത്തോടെയാണ് പ്രേംനാഥിനെ സ്ഥാനാർത്ഥിയെ പാലം വലിച്ചു. ആ പാലം വലി ഇപ്രാവശ്യവും തുടരും. ഒരു പാലവും വലിച്ചത് നിങ്ങൾക്കറിയാം. പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ ഇപ്പം പാലം വലിച്ചുകൊണ്ടിരിക്കല്ലേ?
പാലം വലിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ദിവാകരൻ മാഷ് നേരത്തെ പറഞ്ഞു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ദിവാകരൻ മാഷ് നേരത്തെ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ വികസനം നടപ്പിലാക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഈ മൂന്ന് മുന്നണികളും BJP ഒരു മുന്നണിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഈ മൂന്ന് മുന്നണികൾക്കും ശരിക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഈ വികസനത്തെ എങ്ങനെയാണ് ഒരു വികസന കാഴ്ചപ്പാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ എങ്ങനെയാണ് നടപ്പാക്കുക. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പൊതുവിടങ്ങൾ വുമൻ ഫ്രണ്ട്ലി ആവണം, അല്ലെങ്കിൽ വയോജന സൗഹൃദപ്രദമാവണം, അല്ലെങ്കിൽ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് സൗഹൃദപ്രദമാവണം. അങ്ങനെ ഒരു വിശാലമായ ഒരു വികസന കൺസെപ്റ്റിലേക്ക് ഈ മൂന്ന് മുന്നണികൾക്കും എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് 1997 9ാം പദ്ധതി ജനകീയ പദ്ധതിയാക്കി മാറ്റിക്കൊണ്ടാണ് ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൽ നടപ്പിൽ വന്നിട്ടുള്ളത്. ആ സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റ് 40% ഫണ്ട് താഴേക്ക് കൊടുത്ത് നിയമനിർമ്മാണം നടപ്പിലാക്കി കേരളത്തിലെ പഞ്ചായത്തുകളെ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടുതൽ എൻറിച്ചഡാക്കി സ്വയംഭരണം നടപ്പാക്കാവുന്ന നിലയിലേക്ക് മുന്നോട്ട് പോയി. ഇതിന്റെ ഭാഗമായി നിർവഹിച്ച ഒരു പ്രധാന ചുമതല ഒരു വാർഡിനകത്ത് ഒരു തദ്ദേശ സ്ഥാപനത്തിനകത്ത് കുടിവെള്ളം, ആരോഗ്യം, ശുചിത്വം തുടങ്ങി ഈ സഖാവ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ചർച്ച നടത്തി അത് അവിടെയുള്ള ഭരണഘടനാദത്തമായ അവകാശം നിലനിൽക്കുന്ന ഗ്രാമസഭയിൽ നിന്ന് പിന്തുണയോടുകൂടി ഭൂരിപക്ഷ തീരുമാനപ്രകാരം പഞ്ചായത്ത് ഭരണസമിതികൾ നടപ്പിലാക്കിയാണ്. അതിന് മാതൃകയായി നിരവധി പഞ്ചായത്തുകൾ ഇതിനകം അത്തരം കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ആലപ്പുഴയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണയിൽ നടപ്പിലാക്കി തുടങ്ങി നിരവധി മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ കക്ഷിഭേദമന്യേ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിലുണ്ട്, അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലുണ്ട്, CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള അതിനെ കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജനാധിപത്യ പ്രക്രിയയിലെ വികസന ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം. ആ നിലയിലേക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനകീയ ആസൂത്രണ പദ്ധതിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ഇതിന്റെ ഭാഗമായി കേരളത്തിൽ മാത്രം നടപ്പിൽ വരുത്താൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടെ ഇടതുപക്ഷത്തിന് പറയാം. ഞാനേതാ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഞാൻ 14,414 പുതിയ വോട്ടർമാർ വടകരയിലുണ്ട് ഇത്തവണ. അവരുൾപ്പെടെ വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാലോചിക്കണം? ഓരോരുത്തരും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് തുടങ്ങിക്കോളും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത് കേരളം കഴിഞ്ഞ 5 വർഷക്കാലം ഇരുട്ടറയിൽ പെട്ടുപോയതാണ്. അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് വികസനോന്മുഖമായ ഒരു കേരളം, അഴിമതി രഹിതമായ ഒരു കേരളം, ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു കേരളം, സർവോപരി കേരളം സർവ്വ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിൽ സാമ്പത്തിക, സാമൂഹ്യ, കാർഷിക, വ്യവസായ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകുന്ന ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. ശ്രീധരൻ, ഏറ്റവും നല്ല വികസന മാതൃക കാണിച്ച ഒരു ഗവൺമെന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വ ഗവൺമെന്റ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ആ മാതൃക തുടർന്നു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കി അദ്ദേഹത്തിന് വീണ്ടും കേരളത്തിന് വികസനത്തില് നല്ല ഒരു കൂടുതൽ വികസനം കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന രീതിയിൽ ഇവിടുത്തെ യുവജനങ്ങൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. CPM-ന്റെ അക്രമ രാഷ്ട്രീയം നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമ്പോൾ ഏറ്റവും അധികം സ്ത്രീ വോട്ടർമാരാണ് ഈ പുതിയ വോട്ടർമാരല്ല. നിങ്ങളുടെ ഒരു സെന്റിമെന്റ്സ് അവരെ സ്വാധീനിക്കാൻ സഹായിക്കും? കേരളത്തിലെ തെരുവുകളില് ആളുകൾക്ക് സ്വൈര്യമായിട്ട് ഇറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ആർക്കും സ്വൈര്യമായിട്ട് സഹിഷ്ണുതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാവണം. അതോടൊപ്പം തന്നെ വടകരയിൽ സമഗ്രമായ വികസനം, ജനകീയ പക്ഷത്തു നിന്നുകൊണ്ടുള്ള വികസനം നടപ്പിലാക്കപ്പെടണം. അതിന് സഖാവ് രമയെ വടകരയിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കണം. കൊലയാളികളെ മത്സരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണോ വടകരയ്ക്ക് വേണ്ടത്? മറിച്ച് വടകരയുടെ വികസന മുരടിപ്പിന് കാരണക്കായ ആളുകളാണോ വടകരയ്ക്ക് വേണ്ടത്? സമ്പൂർണമായ വികസനത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായ വികസനം പോലെ തന്നെ വടകരയ്ക്കും വികസനം ആവശ്യമാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിയായ അഡ്വക്കേറ്റ് M രാജേഷ് കുമാറിനെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വികസനവും അഴിമതിയും അക്രമ രാഷ്ട്രീയവും എല്ലാം ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് വിഷയമാവുകയാണ് വടകരയിൽ. ഇനി ജനവിധിക്കായി നമുക്ക് കാത്തിരിക്കാം. ദ ബിഗ് ഫൈറ്റിൽ സഹകരിച്ച എല്ലാ നേതാക്കൾക്കും വടകരയിലെ ജനങ്ങൾക്കും നന്ദി.